തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വചനം. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം സാധിക്കുന്ന അമൂല്യമായ ഒരു കാര്യമാണ് അന്യോന്യം ആശ്വസിക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ളത്. അതും ഈ വചനങ്ങളെ കൊണ്ട് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഏതാണ് ഈ വചനങ്ങൾ എന്നുള്ളത് 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം എല്ലാവരും അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ള ആ വലിയ സന്ദേശമാണ് ആശ്വാസത്തിൻ്റെ സന്ദേശം. ഈ ലോകത്തിൽ പ്രത്യാശയില്ലാത്ത ധാരാളം ആളുകളുണ്ട്. ഇന്ന് മരിച്ചാൽ അവരെ കാണാൻ കഴിയില്ല എന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശയുണ്ട്. മരിച്ചാലും മൺമറഞ്ഞു പോയാലും ഒരു ദിവസം കർത്താവിനോടൊത്ത് നേരിൽ കാണാം എന്നുള്ള പ്രതീക്ഷ. അതാണ് ഈ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ആശ്വാസത്തിൻ്റെ മൂലകാരണം. അതുകൊണ്ട് ഈ വചനങ്ങളെ കൊണ്ട് നമുക്ക് അന്യോന്യം ആശ്വസിക്കാം.